നമസ്കാരം, കിംസ് ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബറോസ് ബൈ യുനോയിയയും അമിത വണ്ണവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കിംസ് ശ്രീചന്ദ് ആശുപത്രിയിലെ റോബോട്ടിക് മിനിമലി ഇൻവസീവ് സർജൻ ഡോക്ടർ ദേവരാജ് ആണ്. നമസ്കാരം സർ. നമസ്കാരം സർ, ഇന്ന് സോഷ്യൽ മീഡിയയിലായാലും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്കിടയിൽ ഏറ്റവും കൂടുതൽ സംസാരമാവുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ആണ്. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് സാറിന്റെ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണ് വരുന്നത്? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരാളെ കുറേ കാലം കഴിഞ്ഞിട്ടാകുമ്പോൾ അയ്യോ മെലിഞ്ഞു പോയല്ലോ, അല്ലെങ്കിൽ തടി കൂടിയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് ഒരു മലയാളിയുടെ ഒരു ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നതിൻ്റെ കൂടെ പറയുന്ന ഒരു വാക്കാണ്, നിങ്ങൾ മെലിഞ്ഞു പോയല്ലോ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കേൾക്കുന്ന ആ വ്യക്തിക്ക് അയ്യോ ഞാൻ ഇത് എങ്ങനെയാണ് മെലിഞ്ഞിരിക്കുന്നതാണോ തടിച്ചിരിക്കുന്നതാണോ എങ്ങനെയാണ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുക? നമ്മൾ ഇപ്പോൾ വെയിറ്റ് കുറഞ്ഞു നമ്മൾ എങ്ങനെ അസസ് ചെയ്യാൻ പറ്റുമോ? നമ്മളൊരു വെയിങ് മെഷീനിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ. ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തി ചിലപ്പോൾ ഹെൽത്തി ആയിട്ട് അയാൾ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പറയാം ഹെൽത്ത് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അയാൾ വെയിറ്റ് കുറച്ചിട്ടുണ്ടാവും. അത് രോഗാവസ്ഥയിൽ വന്നിട്ടുള്ള വെയിറ്റ് ലോസ് അല്ല. അപ്പോൾ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. നമ്മൾ ഹെൽത്ത് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, രോഗങ്ങൾ കൊണ്ട് വെയിറ്റ് ലോസ് ആവുന്ന ആൾക്കാരുണ്ട്, പിന്നെ നമ്മൾ എപ്പിയറൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ സിനിമാ താരങ്ങളൊക്കെ 2 ആഴ്ച കൊണ്ട് വെയിറ്റ് കുറക്കുന്നു കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ സോഷ്യൽ മീഡിയാസിലും നമ്മളെ ഗ്രൂപ്പുകളിലും നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർ വെയിറ്റ് കുറയുന്നു അല്ലെങ്കിൽ നിങ്ങൾ മെലിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് അത് ഒരു കാഷ്വൽ ടോക്കിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ്. അത് അത്ര വലിയൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപദേശമോ അല്ലെങ്കിൽ നിങ്ങൾ നാളെ മുതൽ കൂടുതൽ ഭക്ഷണം കഴിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമല്ല. അപ്പോൾ ശരിയായ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഹെൽത്ത് ഗെയിൻ ചെയ്യാനുള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു കൺസെപ്റ്റിൽ വേണം നമ്മുടെ ഡിസ്കഷൻസ് മുന്നോട്ട് പോകാൻ. സാറിന്റെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു സർജൻ ആണ്. അപ്പോൾ ഒരിക്കലും ഈ ഒരു വെയിറ്റ് ലോസ് എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് സാർ വരേണ്ടതല്ല. അപ്പോൾ എങ്ങനെയാണ് സാർ ഈ ഒരു വെയിറ്റ് ലോസ് ക്ലിനിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ ഒരു തോട്ടിലേക്ക് എത്തിയത് എങ്ങനെയാണ്? വെയിറ്റ് ലോസ് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ കുറച്ച് കാലമായിട്ട് ആലോചിക്കുന്ന ഒരു വ്യക്തിയാണ്. സർജൻ എന്ന് പറയുന്നത് നമ്മളെ സർജറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ബേരിയാട്രിക് സർജറീസ് എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ചെയ്യുന്ന, അതായത് വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള സർജറികൾ നമ്മൾ പഠിക്കുന്ന സമയത്തെ നമുക്ക് ഇതിനെപ്പറ്റി പരിചയമുണ്ട്. പിന്നെ ഞാൻ സർജനായ സമയത്തും ഇതേപോലെ തന്നെ ഒരുപാട് സർജറികൾ കണ്ടിട്ടും ചെയ്തിട്ടും ഒക്കെ കുറച്ച് നമുക്ക് ശീലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൺസെപ്റ്റ് വെയിറ്റ് ലോസ് ക്ലിനിക്ക് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു കൺസെപ്റ്റാണ്. വെയിറ്റ് ലോസ് ചെയ്യാൻ, അതായത് വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് സർജന് ഏക വഴി എന്ന് പറയുന്നത് സർജറിയാണ് എന്നുള്ളൊരു ധാരണ, അതൊരു തെറ്റിദ്ധാരണ തന്നെയാണ്. അതുമാത്രമല്ല, നമുക്ക് ഒരിക്കലും വെയിറ്റ് ലോസ് സർജറിയിലൂടെ മാത്രം കുറക്കാൻ പറ്റില്ല. അതിന് ഒരുപാട് മെത്തേഡുകളുണ്ട്. സാധാരണ ആൾക്കാർ പിന്നെ കണ്ടുവരുന്ന മെത്തേഡുകൾ, ഒന്ന് സ്വാഭാവികമായിട്ടും ഭക്ഷണം കുറക്കുക എന്നുള്ള പരിപാടിയാണ്. സെക്കൻഡ് തിങ്, ഭക്ഷണം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എക്സസൈസ്, ജിമ്മിൽ പോവുക, അങ്ങനെ പരിപാടികൾ. മൂന്നാമത് പുതിയ ഒരുപാട് ഡ്രഗ്സ്, മെഡിസിൻസ് വന്നിട്ടുണ്ട്. നാലാമത്തെ അവസ്ഥ സർജറി. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള മെത്തേഡിലൂടെയാണ് വെയിറ്റ് കുറക്കുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊന്ന് നോക്കാനോ അല്ലെങ്കിൽ ഇതിനെ ഒരു ഫോളോ അപ്പ് ചെയ്യാനോ ഒരു സപ്പോർട്ട് ചെയ്യാനോ ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ ഇതെല്ലാം പാളിപ്പോകും. അവിടെയാണ് നമ്മളെ വെയിറ്റ് ലോസ് ക്ലിനിക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഇത് എൻ്റെ ആരോഗ്യമായി കഴിഞ്ഞാലും നമ്മളൊരു 40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ബോഡി, നമ്മൾ പറയില്ലേ എൻജിൻ കുറേ കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചെറിയ ചെറിയ മെയിൻ്റെനൻസ് വർക്കും ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഒരു 40 ഇയേഴ്സ് കഴിഞ്ഞ് 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ എൻജിനും പണി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനുള്ള എൻജിൻ പണികൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ റിപ്പയർ വർക്കുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അത് ഞാനായിട്ട് എൻ്റെ വയസ്സ് കൂടുന്നതനുസരിച്ച് ഞാൻ തുടങ്ങുമ്പോൾ നമുക്കതിനെ കൊണ്ട് സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കത് സമൂഹത്തിലേക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ശരിക്കും ഈ പറയുന്ന വെയിറ്റ് ലോസ് ക്ലിനിക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റും ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്നതിലൂടെ വെയിറ്റ് ഹെൽത്ത് ഗെയിൻ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഞാൻ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ടാണ് സർജൻ എന്ന നിലയിൽ ഈ വെയിറ്റ് ലോസ് നമ്മളെ മനസ്സിലേക്ക് വന്നത്. ബറോസ് ബൈ യുനോയിയ, ഈ ഒരു പേര് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി എനിക്ക് തോന്നി. അതെന്താണ് ആ ഒരു പേരിലേക്ക് എത്താനുള്ള റീസൺ?
ബെരോസ് ബൈ ഇനോയ എന്ന് പറയുന്നത് നമ്മളെ കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റൽ കണ്ണൂരിൽ തുടങ്ങിയിട്ടുള്ള വെയിറ്റ് ലോസ് ക്ലിനിക്കിൻ്റെ പേരാണ്. അപ്പോൾ ബെരോസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് ഈ വെയിറ്റ് ലോസ് ക്ലിനിക്കുകളുടെ ഒരു പേരായിട്ട് തന്നെയാണ് ബെരോസ് അറിയപ്പെടുന്നത്. ബെരോസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വേർഡാണ്. വെയിറ്റ് ലോസ് തന്നെയാണ് അതിൻ്റെ മീനിങ് തന്നെ. യുനോയ എന്ന് പറയുന്നത് വേറൊരു കൺസെപ്റ്റാണ്. യുനോയ എന്ന് പറയുന്നത് നമ്മൾ മാനസികമായിട്ടും സാമൂഹികപരമായിട്ടും നമുക്ക് എങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും, അതൊരു ആ രീതി മാനസികമായിട്ട് അല്ല ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റിലാണ് നമ്മൾ ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് രോഗിയിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ വെയിറ്റ് ലോസ് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടിൽ അല്ലെങ്കിൽ ഒരു മെൻ്റൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അതിനെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ആ രോഗിയുടെ വെയിറ്റ് കുറയണം എന്ന് ആഗ്രഹിച്ച് തുടങ്ങിയിട്ടുള്ളൊരു ക്ലിനിക്കാണ് വെയിറ്റ് ലോസ് ബൈ യുനോയ. അല്ലാതെ ഒരു ദിവസം വന്നിട്ട് നിങ്ങൾ നാളെ മുതൽ കുറച്ച് സിറിയൽസ് കഴിക്കണം, കുറച്ച് ഇലക്കറികൾ കഴിക്കണം, കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കണം, നല്ലോണം വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ നാളെ മുതൽ അതിൻ്റെ കൂടെ നിങ്ങൾ കഴിക്കുന്ന ചോറിന് പകരം നിങ്ങൾ കുറച്ച് എന്താണ് പറയുക അവർ വരുന്ന സ്പെഷ്യൽ പൊടി കലക്കിയിട്ട് കുടിക്കണം. അതൊന്നുമല്ല വെയിറ്റ് ലോസ് ക്ലിനിക്കിൻ്റെ പ്രധാന ഉദ്ദേശം. അല്ലെങ്കിൽ അങ്ങനെയല്ല വെയിറ്റ് ലോസ് ക്ലിനിക്ക് നമ്മൾ നടത്തേണ്ടത്. എന്താണ് കാരണം എന്നറിയോ? ഒരു വെയിറ്റ് ലോസ് ക്ലിനിക്കുകളും ഒരുപാട് കാലം മുന്നോട്ട് പോയതായിട്ട് നിങ്ങളിപ്പം നമ്മൾ റിസർച്ച് നമ്മളെ സോഷ്യൽ മീഡിയാസിലൊക്കെ ഒരുപാട് ക്ലിനിക്കുകൾ ഇപ്പോൾ നിലവിലുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാവില്ല. അവരുടെ കൺഫ്യൂഷൻസ് നിലനിർത്താൻ അവർക്ക് ക്ലിയർ ആക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവർക്ക് ചിലപ്പോൾ അവർക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടാവും, പക്ഷേ അവരുടെ മാനസികമായിട്ട് അവർക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ടാവില്ല. മാനസികമായി സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാളിപ്പോകുന്നത്. ആ വാക്ക് ഞാൻ വീണ്ടും ഉപയോഗിക്കുകയാണ്. വെയിറ്റ് ലോസ് പാളിപ്പോകുന്നതിന് കാരണം നമുക്ക് ഒരു സമഗ്രമായിട്ടുള്ള ഒരു സപ്പോർട്ട് നമ്മുടെ സമൂഹത്തിൽ നിന്നോ നമ്മുടെ കുടുംബത്തിൽ നിന്നോ നമ്മുടെ ഹോസ്പിറ്റലിലുള്ള അങ്ങനെയൊന്നും കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഈ പറയുന്ന ബെരോസ് ബൈ യുനോയ എന്ന് പറയുന്ന ക്ലിനിക്കിൽ ഞാൻ മാത്രമല്ല, സർജൻ മാത്രമല്ല, സർജൻ അതിൻ്റെ ഒരു പാർട്ട് ഓഫ് ദാറ്റ് ക്ലിനിക് അത്രയേ ഉള്ളൂ. അതിൻ്റെ കൂടെ നമുക്ക് സൈക്കോളജിസ്റ്റ് ഉണ്ട്, ഡയറ്റീഷ്യൻ ഉണ്ട്, പിന്നെ നമ്മളെ മാനേജ്മെൻറ്റിൻ്റെ കോർഡിനേറ്റർ സപ്പോർട്ടുണ്ട്. അങ്ങനെ ഒരു ടീം വർക്കാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വെയിറ്റ് ലോസ് ക്ലിനിക്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് വരുന്നത്? വെയിറ്റ് ലോസ് അത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കണ്ട എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ കുറച്ച് ഭക്ഷണം കഴിച്ച് അത് വയറൊക്കെ നിറഞ്ഞ് നമ്മളെ ബ്രെയിനിൽ പോയി അത് ബ്രെയിനിലുള്ള സാറ്റൈറ്റി സെൻറ്റർ എന്ന് പറയും. അതായത് നമുക്ക് മതി എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ഒരു സെൻറ്റർ ഉണ്ട്. ആ സെൻറ്ററിൽ നിന്നുള്ള സന്ദേശം നമ്മളെ വയറിലൊക്കെ എത്തി. അപ്പോൾ ആണ് നമുക്കൊരു മാനസികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഭക്ഷണം നമ്മൾ ഫുള്ളായി അല്ലെങ്കിൽ വയറ് നിറഞ്ഞു നമുക്ക് തോന്നിക്കുന്നത്. അപ്പോൾ സൈക്കോളജിക്കൽ എഫക്റ്റുകൾ, മെൻ്റൽ സപ്പോർട്ട് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെയിറ്റ് ലോസിൽ. അപ്പോൾ എപ്പോഴാണ് ഇതിൻ്റെ പ്രശ്നം വരുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനീഷ്യലി ഒരു 15-20 ദിവസം നമ്മളിപ്പം നല്ല രീതിയിൽ ഡയറ്റൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പതിയെ നമ്മളെ ശരീരം ഇതിനെതിരെ പ്രവർത്തിച്ചു തുടങ്ങും. അപ്പം ഇങ്ങനെ പല ഹോർമോൺസും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഹോർമോൺസ് ഗ്രിലിൻ തന്നെ പറയാം. ഗ്രിലിൻ്റെ പ്രധാന പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സാറ്റൈറ്റി സെൻറ്ററിനെ സപ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ വീണ്ടും ഭക്ഷണം കഴിപ്പിക്കും. അതാണ് ഗ്രിലിൻ ഹോർമോണിൻ്റെ പണി. ഇത് ഉണ്ടാക്കുന്നത് സ്റ്റൊമക്ക് എന്ന് പറയുന്ന നമ്മൾ ആമാശയത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ സർജറി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഗ്രിലിൽ നിന്ന് ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ എടുത്തു കളയുക എന്നുള്ളതാണ് പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർജറീൻ്റെ ഒരു മെയിൻ. അതപ്പോൾ ഗ്രിലിൻ അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു വ്യക്തി ഭക്ഷണം ഭക്ഷണം നിയന്ത്രിച്ചുകൊണ്ട് വെയിറ്റ് കുറക്കണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 3-4 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രിലിൻ ഹോർമോൺസിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടാൻ തുടങ്ങും. ഇത് നമ്മളെ സാറ്റൈറ്റി സെൻറ്ററിനെ എന്ത് സംഭവിക്കും, അങ്ങ് സപ്രസ് ചെയ്യും. അതായത് സാറ്റൈറ്റി സെൻറ്ററിനെ അങ്ങ് ഇല്ലാണ്ടാക്കി കളയും. അപ്പോൾ പിന്നെ സാറ്റൈറ്റി എന്ന് പറയുന്ന ഒരു ആ കൺസെപ്റ്റ് നമുക്കില്ല. അപ്പോൾ നമ്മൾ മതിയാവുന്ന ഒരവസ്ഥയില്ല. ഭക്ഷണത്തിനോടുള്ള നമുക്ക് അതിയായ ഒരു ആക്രാന്തവും ഒരു രക്ഷയുണ്ടാവില്ല. അതിനോടുകൂടി ആ പരിപാടി പൊളിഞ്ഞില്ലേ. പിന്നെ അപ്പം നമുക്ക് മാനസികമായിട്ട് ഇനീഷ്യലി നിങ്ങൾ വെയിറ്റ് കുറക്കാൻ പോവുകയാണ് എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് കുടുംബത്തിൽ ഇത്ര കൺഫ്യൂഷൻസ് ഉണ്ടായേക്കാം, നിങ്ങൾ സമൂഹത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സൈക്കോളജിക്കൽ ചിലപ്പോൾ കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും. രണ്ടാമത്തേത് ആണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത്
ശരിക്കും പറഞ്ഞാൽ ആദ്യം പറയേണ്ടത് അതായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു തടിയുള്ള ഒരു വ്യക്തി സമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് സ്കൂളിൽ ചില ആൾക്കാരെ നമ്മൾ തടിയെന്ന് വിളിച്ച് പിന്നെ അവനെ സത്യം പറഞ്ഞാൽ അവനെ നമ്മൾ മാനസികമായിട്ട് അവനെ ഇപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ബോഡി ഷെയ്മിങ് എന്നൊക്കെ ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു സംഭവം വന്നതോടുകൂടി ബോഡി ഷെയ്മിംഗ് ഒന്നും പാടില്ല. പക്ഷേ ഇത് ആളുടെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുള്ള മാനസികമായിട്ടുള്ള ചില ആഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടാവും. അവർക്ക് പിന്നെ കുറേ ആൾക്കാർ കൂടിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. അവർക്ക് ടൈറ്റ് ആയിട്ടുള്ള കുപ്പായം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പിന്നെ ആൾക്കാർ കളിയാക്കുന്നുണ്ടാവും. അവർ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാനുള്ള സീറ്റിൽ മറ്റുള്ളവർ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ആൾക്കാർ പറയും എന്താണിത്, ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതൊക്കെ അവർക്ക് തോന്നുന്നുണ്ടാവും. അപ്പോൾ അവർ ഈ പറയുന്ന മെയിൻ സ്ട്രീമിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടാവും. ഇത് വലിയൊരു മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. മാനസിക രോഗമായിട്ട് തന്നെ ചിലപ്പോൾ ചില ആൾക്കാർ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവും. അപ്പോൾ ഇതിനെ അപ്പോൾ ഈ രോഗിയോട് നമ്മളൊരു സാധാരണ രോഗീനെ പോലെ ചികിത്സിക്കാൻ വേണ്ടി പറ്റില്ല. അവർക്ക് നല്ല രീതിയിലുള്ള ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് ഒരു വെയിറ്റ് ലോസ് ക്ലിനിക്കിൻ്റെ അല്ലെങ്കിൽ ഒരു 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 ഡയറ്റ് മാത്രമല്ല, വെയിറ്റ് ലോസ് ക്ലിനിക്ക് തന്നെ അങ്ങനെ പറയാം. വെയിറ്റ് ലോസ് ക്ലിനിക്കിൻ്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ്. അപ്പോൾ സൈക്കോളജിസ്റ്റ് ഇല്ലാണ്ട് നമുക്ക് വെയിറ്റ് ലോസ് ക്ലിനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഡോക്ടർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി നമ്മുടെ നാട്ടിൽ ഒരുപാട് വെയിറ്റ് ലോസ് ക്ലിനിക്കുകൾ വരുന്നുണ്ടെന്ന്. അപ്പോൾ ബരോസ് എങ്ങനെയാണ് അതിൽ നിന്നുള്ള വ്യത്യാസം വരുന്നത്? ബരോസ് ബൈ യുനോയ തികച്ചും മറ്റ് ക്ലിനിക്കുകളിൽ നിന്ന് വ്യത്യസ്തം തന്നെയാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമ്മളൊരു ടീമാണ്, നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സെൻറ്റർ ഉണ്ട്, നമ്മളിൽ ഒരു ഡോക്ടറുണ്ട്, ഒരു ഡയറ്റീഷ്യൻ ഉണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്. ഇതൊക്കെ ആണെങ്കിലും നമ്മുടെ സെൻറ്ററിൽ വന്നിട്ടുള്ള ഒരു വ്യക്തി, നമുക്കൊരു ബോഡി അനലൈസർ ഉണ്ട്. അങ്ങനെ ഒരുപാട് സാധാരണ എല്ലാ വെയിറ്റ് ലോസിലും കാണുന്ന ക്ലിനിക്കുകളിൽ കാണുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ക്ലിനിക്കിലുണ്ട്. ഇത് പോരാതെ നമ്മുടെ ക്ലിനിക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോളോ അപ്പ്. നമ്മൾ ആദ്യം വരുന്ന ഒരു വ്യക്തി നമ്മളെ കണ്ടു വന്നു കഴിഞ്ഞാൽ തികച്ചും നമ്മൾ സൗജന്യമാണ്. ആദ്യത്തെ നമ്മുടെ ഈ വെയിറ്റ് ലോസ് ക്ലിനിക്ക് ബരോസ് ബൈ യുനോയിലുള്ള ഫസ്റ്റ് വിസിറ്റ് തികച്ചും സൗജന്യമാണ്. അതിൽ നമുക്കൊരു പേപ്പറിൽ പിന്നെ ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അതിൽ അവർ കഴിക്കുന്ന ഭക്ഷണം, അവരുടെ ജീവിത പ്രശ്നങ്ങൾ, അവരുടെ സാമൂഹികമായ പ്രശ്നങ്ങൾ, അവരിതിനു മുന്നേ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ, ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അത് ഫെയിലായിട്ടുണ്ടെങ്കിൽ എന്താ അതിന് കാരണം, അല്ലെങ്കിൽ അതിന് കാരണം കണ്ടുപിടിച്ചിട്ടില്ലേ, ഇങ്ങനെ ഒരുപാട് അവരുടെ എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ആ ചോദ്യാവലിയിലുണ്ട്. പിന്നെ ഒരു അനലൈസർ ഉണ്ട് നമുക്ക്, ബോഡി അനലൈസർ. ഇവർ ഇപ്പോഴുള്ള ബോഡി വെയ്റ്റ്, അവരുടെ ബോഡി മാസ് ഇൻഡെക്സ്, അവരുടെ വേസ്റ്റിൻ്റെ ലെങ്ത് എത്രയാണ്, അവരുടെ ബോഡി ഫാറ്റ് എത്രയാണ്, അവരുടെ മസിൽ മാസ് എത്രയുണ്ട്, ഇങ്ങനെ ലീൻ ബോഡി ഫാറ്റ് എത്രയാണ്, അങ്ങനെ ലീൻ ബോഡി മസിൽ ബോഡി, അങ്ങനെ അതൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. അവരുടെ മസിൽ മാസ് എത്രയുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അസസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ അസസ് ചെയ്ത ശേഷം അവരോട് നമ്മൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് 2 ആഴ്ചക്കുള്ളിൽ നമ്മൾ വിളിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ അവർ വരുമ്പോൾ കുറച്ച് ബേസിക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടാണ് അവർ നമ്മുടെ ക്ലിനിക്കിലേക്ക് വരിക. ആ ക്ലിനിക്കിലേക്ക് വരുമ്പോൾ അവർക്കൊരു ബുക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ബുക്കിൽ അവരുടെ എല്ലാ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ്, എന്താണ് കഴിക്കുന്നത്, ഇതൊക്കെ എഴുതി വെക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി നമ്മൾ ആദ്യം എടുക്കുന്നു. 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ അവരോട് വീണ്ടും വരാൻ പറയണു. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ അവരെ വീണ്ടും വരാൻ പറയും. അവരുടെ ഈ കഴിക്കുന്ന ഭക്ഷണ രീതി, നമ്മൾ പറഞ്ഞു കൊടുത്ത ഭക്ഷണം അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതിനിടയിൽ നമ്മൾ അവരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കുടുംബത്തെ പോലെയാണ് നമ്മൾ ആ രോഗീനെ നമ്മൾ ചികിത്സിക്കുന്നത്. അപ്പോൾ അവർക്ക് എപ്പോൾ വേണമെങ്കിൽ നമ്മൾ വിളിക്കാം, എപ്പോൾ വേണമെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മളൊരു ഡയറ്റ് പറഞ്ഞു കൊടുത്തു, ഇത് ശരിയാവുന്നില്ല, എനിക്ക് ഈ ഡയറ്റ്, ഈ പറയുന്ന സംഭവം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഈ ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മാറ്റി കൊടുക്കാൻ പറ്റും. മാത്രമല്ല, നമ്മളൊരു പ്രത്യേക ഡയറ്റ് ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾ നാളെ മുതൽ ഈ പറയുന്ന മുളപ്പിച്ച ചെറുപയർ കഴിക്കണമെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പൊടി കലക്കി കുടിക്കണമെന്നോ നമ്മൾ പറയണില്ല. നിങ്ങൾ എന്താണ് ഭക്ഷണം കഴിക്കുന്നത്, ആ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രീതി, അതിൻ്റെ ഓർഡർ മാറ്റുക. അങ്ങനെ ചിലപ്പോൾ നിങ്ങൾ ഉച്ച കഴിക്കുന്ന ഭക്ഷണം രാത്രി കഴിക്കാൻ വേണ്ടി പറയാം. അപ്പോൾ ഇന്നലെ ഒരു പേഷ്യൻ്റ് വന്നിട്ട് എന്നോട് സംസാരിച്ചു വെച്ചാൽ അവർ ഉച്ചക്ക് അതായത് ലഞ്ച് കഴിക്കുന്നു. കാര്യമായിട്ട് വെയിറ്റ് കുറക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ കഴിക്കുന്നത്, അപ്പോൾ പറഞ്ഞത് ഞാൻ ഉച്ചക്ക് കഴിക്കുന്ന ഭക്ഷണം ഫ്രൂട്ട്സും പിന്നെ ഈ ചെറുപയറുമാണെന്ന് പറഞ്ഞു. രാത്രി എന്താ കഴിക്കുന്നത് വെച്ചാൽ 4 ചപ്പാത്തിയും കറിയും.
പക്ഷെ മൂപ്പര് വെയിറ്റ് കുറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ രാത്രിയിലേക്ക് മാറ്റിക്കോ. രാത്രി കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ ഉച്ചക്കത്തേക്ക് മാറ്റും. അപ്പോൾ ഉച്ചയാകുമ്പോഴൊക്കെ നമ്മൾ കുറച്ചും കൂടി എനർജി സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഉണ്ടാവും. കാരണം വെച്ചാൽ നമ്മൾ ചിലപ്പോൾ നടക്കുന്നുണ്ടാവും, നമ്മൾ ബ്രെയിൻ നന്നായി വർക്ക് ചെയ്യുന്നുണ്ടാവും, നമുക്ക് വേണമെങ്കിൽ കുറച്ചധികം നടക്കാം വൈകുന്നേരമൊക്കെ. ഇങ്ങനെ ഒരുപാട് രീതികളുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കഴിച്ച ഭക്ഷണത്തിനെ കുറച്ചൊന്ന് നമ്മളെ ബോഡി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ രാത്രി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇത്രയും എനർജി കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഫുഡ് എന്ന് നമ്മൾ പറയാം. കഴിച്ച ഭക്ഷണം മുഴുവൻ ബോഡി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ആ പറ്റാത്ത എനർജി മുഴുവൻ എന്ത് ചെയ്യുക വെച്ചാൽ ബോഡി ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ നൈറ്റിലുള്ള ഫുഡ് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പകരം ഈ ഫ്രൂട്ട്സ്, കലോറി കുറഞ്ഞ സാധനങ്ങളും പച്ചക്കറിയും സാധനങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബാലൻസിങ്, അതായത് നമ്മൾ എനർജി കൺസ്യൂം ചെയ്യുന്ന, അതായത് നമ്മൾ കഴിക്കുന്ന എനർജീനെ നമ്മൾ എക്സ്പെൻഡിച്ചർ അതൊരു ബാലൻസ് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വെയിറ്റ് കുറക്കാൻ പറ്റും. അപ്പോൾ ആ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ ആ രോഗിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഇരുന്ന് സംസാരിച്ച് ഫോളോ അപ്പ് ചെയ്ത് സ്ഥിരമായിട്ട് അവരോട് സംസാരിച്ചാൽ മാത്രമേ, അവരുടെ കൂടെ നടന്നാൽ മാത്രമേ അവരെ പ്രശ്നം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പ്രശ്നം കണ്ടുപിടിച്ചാൽ മാത്രമേ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് അവരുടെ റെമഡി നമുക്ക് കൊടുക്കാൻ പറ്റും. രോഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും വിഷമം, ചികിത്സിക്കാൻ വളരെ എളുപ്പമാണ്. ബറോസിൽ എത്തുന്ന ഒരു പേഷ്യന്റിനെ എങ്ങനെയാണ് ഈ ഒരു ഡയറ്റീഷ്യൻ അപ്രോച്ച് ചെയ്യുന്നത്? നമ്മുടെ ബറോസ് ബൈ യുനോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റീഷ്യനാണ്. കാരണം ഡയറ്റീഷ്യനാണ് ഇപ്പം സർജറി ആയിക്കഴിഞ്ഞാലും സർജറി ഇല്ലാത്ത പേഷ്യൻസിനായി കഴിഞ്ഞാലും ഭക്ഷണമാണല്ലോ ഒരാളുടെ ഏറ്റവും വലിയ പ്രശ്നം, അല്ലേ? ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അവരുടെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും, നിങ്ങൾ എന്ത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് എടുത്തു കഴിഞ്ഞാലും രുചികരമായ ഭക്ഷണം ആഹ്ലാദത്തോടെ കഴിക്കുക, അതാണ് ലക്ഷ്യം. ഇതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഡയറ്റീഷ്യന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ സർജൻ എന്ന നിലയിൽ ഇപ്പോൾ ഞാൻ പറയും നിങ്ങളോട്, നിങ്ങൾ നാളെ മുതൽ വെയിറ്റ് കുറക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കലോറി കുറഞ്ഞ് കുറച്ച് പച്ചക്കറിയൊക്കെ പുഴുങ്ങി കഴിച്ചോളൂ എന്ന് പറയുന്നതിന് എനിക്ക് വിഷമമില്ല. പക്ഷേ ഒരു ഡയറ്റീഷ്യന് അത് പറയാൻ പറ്റില്ല. ഡയറ്റീഷ്യൻ ആ രോഗിക്ക് എന്താണോ ഇഷ്ടം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡയറ്റീഷ്യൻ. അവരതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ടുണ്ടാവും. ഇന്നതിൽ എത്ര കലോറി ഉണ്ട്, ഇതിൽ എത്ര ഫൈബർ ഉണ്ട്, എത്ര പ്രോട്ടീൻ ഉണ്ട്, എത്ര വൈറ്റമിൻസ് ഉണ്ട്, ഏതാ വൈറ്റമിൻസ് കൂടിയ സാധനങ്ങൾ, ഏതാണ് മാഗ്നീഷ്യം കൂടിയ ഭക്ഷണ സാധനങ്ങൾ, ഇതൊക്കെ അവർ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ആവശ്യാനുസരണം പ്ലാൻ ചെയ്തിട്ട് ഒരു ഡയറ്റ് കൊടുക്കാൻ വേണ്ടി ഡയറ്റീഷ്യന് മാത്രമേ പറ്റുള്ളൂ. മാത്രമല്ല ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന ഡയറ്റ് മോഡിഫൈ ചെയ്യണമെങ്കിൽ, അപ്പോൾ ഡയറ്റീഷ്യൻ നമ്മൾ ആദ്യം എടുക്കുന്ന ഇൻ്റർവ്യൂവിൽ ഡയറ്റീഷ്യനാണ് ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ടാവുക. സൈക്കോളജിസ്റ്റും ഡയറ്റീഷ്യനും കൂടിയാണ് നമ്മളെ ഇൻ്റർവ്യൂ എടുക്കുന്നത്. അപ്പോൾ രോഗീൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവരുടെ ഭക്ഷണ രീതിയും എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ദിവസവും നമ്മളിപ്പോൾ നമ്മുടെ ഡയറ്റീഷ്യനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന രോഗീൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ചിലപ്പോൾ ആൾ ഇന്ന ഭക്ഷണം നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് പറയാൻ പറ്റും. അതൊക്കെ നമ്മൾ ഫുൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിന് വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഭക്ഷണ രീതി മാറ്റം വരുത്തിയതും എക്സസൈസ് ചെയ്തതും മാത്രം പോരാ. ചില ആൾക്കാർക്ക് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഭക്ഷണം കുറക്കാൻ പറ്റില്ല. ഭക്ഷണത്തോട് ഭയങ്കരമായിട്ടുള്ളൊരു ആർത്തി, അതായത് പഞ്ചസാരയോടുള്ള ആർത്തി, ചോറിനോടുള്ള ആർത്തി അതിലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കണം. ഈ തീരെ നമ്മൾ ഡയറ്റ് മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ നമ്മൾ ഭക്ഷണം കഴിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്, പല മെത്തേഡ്സ് ഉണ്ട്. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് അവർക്ക് നല്ല രീതിയിൽ ചികിത്സ കൊടുക്കാൻ പറ്റുള്ളൂ. ചില ആൾക്കാർ ഇതെല്ലാം ചികിത്സ എടുത്തിട്ട് പോലും വെയിറ്റ് കുറയാത്ത ആൾക്കാരുണ്ടാവും. ഈ വെയിറ്റ് കുറയാത്ത ആൾക്കാരെ നമുക്ക് വെയിറ്റ് കുറക്കണമെങ്കിൽ ചിലപ്പോൾ മെഡിസിൻ കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ സർജറി ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ എന്താണ് അവരുടെ പ്രശ്നം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രോഗിയുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് എപ്പോഴും ഡയറ്റീഷ്യൻ ആയിരിക്കും. അപ്പോൾ ഡയറ്റീഷ്യൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ക്ലിനിക്കുകളിൽ. അത് ബറോസ് ബൈ യുനോയിൽ അവരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്ലിനിക്ക് ലീഡ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ കുറച്ച് വെയിറ്റ് കൂടി എന്ന് തോന്നുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അപ്പോൾ ഫുഡ് അവിടെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക, ഒട്ടും ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നൊക്കെ ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം ഹെൽത്തിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും? താങ്കൾ ഈ പറഞ്ഞ സാധനം എന്ന് വെച്ചാൽ ക്രാഷ് ഡയറ്റ് എന്നൊക്കെ പറയുന്ന ചില കൺസെപ്റ്റുകളാണ്. അതായത് അത് നമ്മൾ ക്രാഷായി പോകും, അതാണ് അതിൻ്റെ പ്രശ്നം. നമ്മളിപ്പോൾ നമ്മുടെ ബോഡി ഒരു സാധാരണ രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ, ഇപ്പം ഒരു 60 കിലോഗ്രാം ഭാരമുള്ള ഒരു അഡൾട്ട്, അയാൾക്ക് മെയിൽ ആണെങ്കിൽ ആണുങ്ങളിലാണെങ്കിൽ ഒരു 2000 കിലോ കലറി അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടാവും. ഒരു ദിവസം 2000 കിലോ കലറി.
അപ്പോൾ നമ്മൾ ഈ 2000 കിലോ കാലറി നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ബോഡിക്ക് കൊടുക്കണ്ടേ? കൊടുക്കണം. അതിന് പകരം ഈ ക്രാഷ് ഡയറ്റിൽ എന്താ ചെയ്യുന്നറിയോ? നിങ്ങൾ ഈ 2000ന് പകരം നമ്മളൊരു 1000 കിലോ കാലറി മാത്രമേ കൊടുക്കുന്നുള്ളൂ വിചാരിക്കും. അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ കലോറി നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ, കൊടുക്കുന്ന കലോറി കുറച്ച് കഴിഞ്ഞാൽ ബോഡി എവിടുന്നാണ് ഇത് ഉപയോഗിക്കേണ്ടത്? ശരീരത്തിന് വേറെ വഴിയില്ല. അപ്പോൾ ശരീരത്തിൽ നിന്ന് ഫാറ്റ് എടുക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എമർജൻസി ആയിട്ട് നമുക്ക് ചിലപ്പോൾ ഫാറ്റ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ മസിൽ മാസ് എന്നാണ് ചിലപ്പോൾ സംഭവം ബോഡിക്ക് അത്യാവശ്യമുള്ള എനർജി എടുക്കേണ്ടി വരും. അപ്പോൾ മസിൽ മാസ് അങ്ങ് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. മസിൽ എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ്, മനസ്സിലായില്ലേ? ഒരു പുതിയ മസിൽ ഉണ്ടാക്കണമെങ്കിൽ പ്രോട്ടീൻസ് കൊടുക്കണം. അപ്പോൾ പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരും, ചിലപ്പോൾ വൈറ്റമിൻസ് ഡെഫിഷ്യൻസി വരാൻ സാധ്യതയുണ്ട്, കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ട് വരാൻ. കാരണം വെച്ചാൽ കാൽസ്യം നമ്മൾ കൊടുക്കുന്നില്ല, അപ്പോൾ നമ്മൾ ബോണിൽ നിന്ന് കാൽസ്യം എടുത്ത് കളയും. അപ്പോൾ ഇത് ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. ഇതിന് ശരിക്കുള്ള ഒരു ബയോകെമിസ്ട്രി ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ മടുപ്പിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രാഷ് ഡയറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശരീരം ഒരു ലെവലിൽ ഇങ്ങനെ പോകുന്നതായിരിക്കും. ഒരു പെട്ടെന്ന് വെയിറ്റ് കുറക്കണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് നമ്മളെ ബോഡിക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ബോഡി ആകെ തളർന്നു പോകും. അപ്പോൾ മറ്റ് രോഗങ്ങൾ വരാനുള്ള ചാൻസുകൾ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ക്രാഷ് ഡയറ്റ് ഒരിക്കലും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നില്ല. അതൊക്കെ ചിലപ്പോൾ സിനിമയിലൊക്കെ ചില നടന്മാരൊക്കെ നടികളും ഒക്കെ ചെയ്തിട്ടായി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു എന്താ നമ്മൾ പറയുക മെത്തേഡല്ല ഈ ക്രാഷ് ഡയറ്റ്. മെല്ലെ നമ്മൾ ശരീരത്തിനെ പഠിപ്പിച്ച് കൊണ്ടുവരണം. അതുകൊണ്ടാണ് നമ്മളതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരാൾ കൂടെ ഉണ്ടാവണം, ഒരു ടീം നമ്മളെ കൂടെ ഉണ്ടാവണം. എന്നാലും മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വെയിറ്റ് ഗെയിൻ അല്ല, ഹെൽത്ത് ഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, വെയിറ്റ് ലോസ് ചെയ്തിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞു പെട്ടെന്ന് ഫുഡ് സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. തെറ്റായിട്ട് കുറച്ച് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ചെയ്യാറുണ്ട്. അതായത് ജിമ്മിൽ ഓവർ വർക്കൗട്ട് ചെയ്യുക, ഇതുപോലെ പെട്ടെന്ന് ഫുഡ് സ്റ്റോപ്പ് ചെയ്യുക, അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇപ്പോഴത്തെ ആൾക്കാർ ചെയ്യുന്ന തെറ്റുകൾ? ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ക്രാഷ് ഡയറ്റ് തന്നെയാണ്. സെക്കൻഡ് തിങ് ജിമ്മിൽ നമ്മൾ ഈ തുമ്പിനെ കൊണ്ട് കല്ലടിപ്പിക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഒരു ആദ്യം നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്കൊരു ആരംഭ ശൂരത്വം എന്നാണ് നമ്മളതിന് പറയാം. ഓക്കെ, പോയിട്ട് വെയിറ്റ് എടുക്കാൻ പറഞ്ഞു. ട്രെയിനർ പറയുന്നു നമ്മൾ 10 പ്രാവശ്യം ഒരു 5 കിലോയുള്ള സാധനം എടുത്തു, അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ജിം ട്രെയിനർ പറയുന്നത് നിങ്ങളൊരു 10 പ്രാവശ്യം കൊണ്ട് എടുത്തോളൂ എന്ന് പറയുന്നു. നമ്മൾ ആ ഒരു ചൂടിൽ ഞാൻ എടുക്കും, എന്തപ്പോൾ പ്രശ്നം, നമ്മൾ 10 പ്രാവശ്യം എടുക്കുന്നു, അങ്ങനെ 20 പ്രാവശ്യം എടുക്കുന്നു. പുഷപ്പ് നമ്മൾ വിചാരിക്കാതെ പോലെ എടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നല്ല ജിം ട്രെയിനേഴ്സൊന്നും അതിങ്ങനെ ചെയ്യിപ്പിക്കില്ല. മൊത്തത്തിൽ മൂപ്പരൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ചെയ്യിപ്പിക്കുള്ളൂ. അല്ലാണ്ട് തുമ്പിനെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പരിപാടി ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ പോകുന്ന ആൾക്കാർക്ക് ഒരു ഓവർ ഇൻതൂസിയാസം കാണിച്ചിട്ട് ചിലപ്പോൾ ചെയ്യും. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 10 പുഷപ്പ് എടുത്തിട്ടാണ് ജിമ്മിൽ പോവുക. ജിമ്മിൽ നിന്ന് വീണ്ടും 10 പുഷപ്പ് എടുക്കുമ്പോഴേക്കും മൂപ്പർ തീർന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ മസിൽസ് എല്ലാം മസിൽ ലൈസിസ് എന്ന് പറയും, റാബ്ഡോമയോലൈസിസ് എന്നൊക്കെ പറഞ്ഞ ചില പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ നല്ലോണം വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ കിഡ്നിയൊക്കെ ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഫെയിലിയർ ആയി പോകും. അപ്പോൾ ഈ ജിമ്മിൽ പോയുള്ള ട്രെയിനിങ് വളരെ പ്ലാൻഡ് ആയിട്ട് പോയി ചെയ്തിട്ടില്ലെങ്കിൽ രോഗാവസ്ഥ, പല രോഗങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തും. മറ്റൊന്ന് വെച്ചാൽ ഷുഗർ കുറഞ്ഞു പോകുന്നൊരവസ്ഥ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടാണ്, മൂപ്പർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മൂപ്പർ 20 കിലോ ആകും പെട്ടെന്ന് കുറച്ചിട്ടുണ്ട്. അപ്പോൾ മൂപ്പർ ജിമ്മിലും പോകുന്നുണ്ട്. പക്ഷേ മൂപ്പർക്ക് പ്രശ്നം എന്ന് വെച്ചാൽ ചില സമയത്ത് ഭക്ഷണം വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഷുഗർ കുറഞ്ഞ പോലെ തോന്നുന്നു. മധുരമുള്ള എന്തെങ്കിലും ജ്യൂസ് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഷുഗർ കുറഞ്ഞ പോലെ തോന്നുന്നു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്താണ് സംഭവം, ഇങ്ങനെ ഞാൻ ഷുഗർ നോക്കുമ്പം 64 കാണുന്നുള്ളൂ. അതായത് ഭക്ഷണം കഴിച്ച പാടില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് മൂപ്പർ ഈ പ്രശ്നം ഉണ്ടാകുന്നത്, ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഹൈപ്പോഗ്ലൈസീമിയാണ്, ശരീരത്തിലെ ബ്ലഡിനുള്ളിലുള്ള ഷുഗർ കുറയുന്ന അവസ്ഥ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന് കാരണം? അല്ലെങ്കിൽ ആ വ്യക്തി നമ്മളെ ശരീരത്തിന് ഷുഗർ കൊടുക്കാതിരുന്നുകൊണ്ടിരിക്കുകയാണ്. ഷുഗറിന് ഭയങ്കരമായിട്ടുള്ള ഒരു ആവശ്യം നമ്മുടെ ശരീരത്തിനുണ്ട്. പക്ഷെ നമ്മൾ അതിന് കണക്കായിട്ടുള്ള ഭക്ഷണം നമ്മൾ കൊടുക്കുന്നില്ല. പോരാഞ്ഞ് നമ്മൾ ആവശ്യത്തിലധികം കൂടുതൽ ബോഡി വിചാരിക്കുന്നതിലും കൂടുതൽ നമ്മൾ എനർജി കളയുന്നുണ്ട്. അപ്പോൾ ഇതിന് കണക്കായിട്ടുള്ള ഒരു എനർജി നമ്മൾ റീപ്ലേസ് ചെയ്യാൻ കൊടുത്തിട്ടില്ലെങ്കിൽ രോഗാവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ
ഒരു ബാലൻസ് വേണം. നമ്മൾ ഒരുപാട് എനർജി കളയുകയും അതിന് കണക്കായിട്ട് എനർജി കുറച്ചേ കുറക്കാൻ പാടുള്ളൂ. ഒരുപാട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള വിഷമങ്ങൾ, ക്ഷീണം, പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായി വന്നേക്കാം. പിന്നെ ഫീമെയിൽസൊക്കെ ആണെങ്കിൽ നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഈ ഇപ്പം എല്ലാ മാസവും നടക്കുന്ന പീരിയഡ്സും സാധനങ്ങളൊക്കെ അതൊക്കെ ഇതിനൊരു ഭാഗമായിട്ട് അയൺ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടായേക്കാം. അപ്പോൾ ഇതിനൊക്കെ കണക്കായിട്ട് നമ്മൾ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് അയൺ കൂടുതലുള്ള ഭക്ഷണ സാധനങ്ങൾ കുറച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അയൺ ഡെഫിഷ്യൻസി കൂടിയേക്കാം. ഓൾറെഡി ഫീമെയിൽസിലൊക്കെ ഹിമോഗ്ലോബിൻ്റെ അളവ് കുറവായിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇത് ഡെഫിഷ്യൻസി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും. കാൽസ്യം, കാരണം വെച്ചാൽ ഫീമെയിൽസ് ഇപ്പം മെനോപോസൊക്കെ ആയ ആൾക്കാർ, അതായത് മെൻസ്ട്രേഷൻ സ്റ്റോപ്പായ ആൾക്കാരിൽ കാൽസ്യത്തിൻ്റെ അളവ് പൊതുവേ കുറവായിരിക്കും, ഹോർമോൺസിൻ്റെ ഇംബാലൻസ് കൊണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ നിയന്ത്രണം വെച്ചിട്ട് നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റുകൾ. ചില ആൾക്കാർ വിചാരം അൺഹെൽത്തി ഡയറ്റ്, മുട്ട അൺഹെൽത്തിയാണ്, പാല് അൺഹെൽത്തിയാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കളി. ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് കിട്ടുന്ന ഈ കാൽസ്യം ആയി കഴിഞ്ഞാലും വൈറ്റമിൻസ് ആയി കഴിഞ്ഞാലും സ്റ്റോപ്പായില്ലേ. മാത്രമല്ല ഇപ്പോഴത്തെ നമ്മൾ കൊണ്ടുപോയിട്ട് ഡയറ്റിൻ്റെ ഭാഗമായിട്ട് എക്സസൈസും ചെയ്യുന്നുണ്ടോ, വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ബോഡിയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബൈപ്പാസ് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. അതായത് ചെറുകുടലിൻ്റെ ഒരു ഭാഗം 10-200 സെൻറ്റിമീറ്ററോളം ഭക്ഷണം അബ്സോർബ് ചെയ്യാൻ കൊടുക്കാതിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഡെഫിഷ്യൻസീസ് ഉണ്ടാകുന്നുണ്ട്. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാവും, കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും, അപ്പോൾ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ രോഗി കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ആയിട്ട് രോഗം തിരിച്ചു വരും. അപ്പോൾ ഡയറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ, ഡയറ്റ് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കണക്കായിട്ടുള്ള എവിടെയൊക്കെയാണ് കുറവുള്ളത്, നല്ല സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ബോഡിക്ക് തിരിച്ചടി ഉണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം. അതുകൊണ്ട് ഉപദേശം ഒരു എന്താ പറയേണ്ട, ഉപദേശം മാത്രമല്ല, കൃത്യമായ മോണിറ്ററിങ് ഇല്ലാണ്ട് ഒരിക്കലും നമ്മൾ വെയിറ്റ് ലോസ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പരിപാടിയിലേക്ക് പോകാൻ പാടില്ല. നമ്മൾ കണ്ണൂരുകാർ എന്ന് പറയുമ്പോൾ കുറച്ച് ഫുഡ് കുറച്ചുകൂടി അധികം എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടുന്നത് തന്നെ ഫുഡിന്റെ പേരിലായിരിക്കും. അത് എല്ലാം ഹെൽത്തി അല്ല, പലതും ഇങ്ങനെ വറുത്തതും പൊരിച്ചതും ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ അതേ ടേസ്റ്റിൽ നമ്മൾ എങ്ങനെ ഹെൽത്തി ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും? കണ്ണൂർ മാത്രമല്ല, പൊതുവേ മലയാളീസ് എന്ന് പറയുന്നത് നമ്മളെല്ലാ ഭക്ഷണവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഓക്കെ, പണ്ട് പറഞ്ഞാൽ ഇപ്പം ഞാനെല്ലാം ചെറുതായിരിക്കുന്ന സമയത്ത് വെള്ളരിക്ക, ചീര, ഒരു കാലത്ത് വെള്ളരിക്ക പുളിങ്കറി ഇല്ലാത്ത ദിവസങ്ങൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛമ്മ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ കൃഷിയൊക്കെ ഉണ്ടാവും. ഇപ്പോഴും കൃഷിയുണ്ട്, പണ്ടും കൃഷിയുണ്ട്. അപ്പോൾ കുറച്ചു കാലം പച്ച വെള്ളരിക്കയായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ അത് പഴുത്ത വെള്ളരിക്കയായി വരും, തൊണ്ട പോലെ എന്നുള്ള പറഞ്ഞിട്ട് കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ആ സമയത്ത് നമ്മളെ വീട്ടിലേക്ക് മീനൊക്കെ മേടിക്കുന്നത് വളരെ കുറച്ച് ദിവസങ്ങളിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പം എല്ലാ ദിവസവും നമ്മളെ വീട്ടിൽ മീനുണ്ട്, ചിക്കൻ എപ്പോൾ വേണമെങ്കിൽ വാങ്ങിക്കാം, പൊരിച്ച ചിക്കൻ അല്ലെങ്കിൽ ഫ്രൈഡ് ചിക്കൻസ് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ കിട്ടും. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മളെ ജീവിത രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് മാത്രം ഞാൻ ഈ പറഞ്ഞത്, ഇതെല്ലാം മലയാളികളിലും സംഭവിച്ചിരിക്കുന്ന ഒരു പ്രക്രിയയാണ്, അതിൽ ആ സംശയമില്ല. ഞാൻ പലപ്പോഴും പല ആൾക്കാരോടും പറയുന്ന ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വിഷയം, മലയാളികൾ ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാ ഭക്ഷണ രീതിയും, അറേബ്യൻ ഭക്ഷണ രീതി നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും, പുറത്തുള്ള ചൈനീസ് ഭക്ഷണങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടാവും. പക്ഷേ ഇപ്പം അറേബ്യൻ ഭക്ഷണം നമ്മൾ എടുത്തു വിചാരിക്കും, ഇപ്പം കുറേ സാധനങ്ങളുണ്ടല്ലോ, ഇതിലൊക്കെ സാലഡ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായിട്ട് ഉള്ളതാണ്. അറേബ്യൻ ഫുഡിലൊക്കെ സാലഡ് ഉണ്ടാവും. കേരളത്തിലുള്ള അറേബ്യൻ ഫുഡിൽ സാലഡ് കണ്ടിട്ടുണ്ടോ? കുറച്ച് അവിടെ ഇങ്ങനെ, അത് കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ല. ഫ്രൂട്ട്സ് നമുക്ക് തരുമോ? അപ്പം ഇയാളെ വീട്ടിൽ ഒരു ചിക്കൻ കറിയും നെയ്ച്ചോറും ഉണ്ടാക്കിയിരിക്കും, ഗീ റൈസും ചിക്കനും ഉണ്ടാക്കി. താങ്കൾ അതിനകത്ത് എന്ത് പച്ചക്കറിയാണ് ഉണ്ടാവുക അന്ന് വീട്ടിൽ? ഒന്നും ഉണ്ടാവില്ല. അതും പ്രത്യേകിച്ച് നമ്മൾ രാത്രിയാണ് അത് കഴിക്കുക, അല്ലേ? നമ്മളെ രീതി അങ്ങനെയാണ്. അപ്പം ഈ രീതി ശരി, ഇത് നമ്മൾ പല സ്ഥലത്തും നമ്മൾ എന്താ പറയുക, കടമെടുത്തിട്ടുള്ള രീതിയാണ്. ഈ കടം എടുക്കുമ്പം വളരെ അറിയാതെയോ അറിഞ്ഞോ നമ്മൾ ഫൈബർ ഡയറ്റുകൾ, അതായത് ഇലക്കറികളും സാലഡുകളും പരമാവധി ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഈ കടം എടുക്കുന്നത്. ഇതുകൊണ്ടാണ് മലയാളീൻ്റെ ഭക്ഷണ രീതി വളരെ വളരെ മോശമായി മാറിയത്. നമുക്ക് പച്ചക്കറി ശരിയാവില്ല, സാമ്പാറിലുള്ള കഷ്ണങ്ങൾ നമ്മൾ മാറ്റി വെക്കും, ഇലക്കറികൾ നമുക്ക് ശരിയാവില്ല.
ഇതെന്താണ്? നമ്മൾ വീട്ടിൽ ഇത് ഉണ്ടാക്കിയാലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ചെറിയ കുട്ടികളായ സമയത്തെ ഈ കാര്യങ്ങൾ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പം പാവക്ക, കൈപ്പക്കയൊക്കെ നമ്മൾ മുന്നേ അറിഞ്ഞിട്ടില്ലെങ്കിൽ, ഒരു വലുതായിട്ടാകുമ്പോൾ നമ്മൾ കൈപ്പക്ക കഴിക്കണം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂല. അത്ര കയ്പ്പാണ് അതിന്. പക്ഷെ അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നേ നമ്മളെ മനസ്സിലത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട്, അതായത് നമ്മുടെ മലയാളികളുടെ ഭക്ഷണരീതി ശരിയല്ല, അത് മാറിക്കൊണ്ടിരിക്കുന്നു, മോശമായ അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് ബോധത്തിലാണ് നമ്മൾ ഈ ബരോസ് ബൈ യുനോയിയ പുതിയ ഒരു കൺസെപ്റ്റ് പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് നമ്മൾ നിങ്ങളുടെ സാധാരണ ഭക്ഷണം, അതായത് അൺഹെൽത്തി ആണെങ്കിൽ പോലും നമ്മളതിനെ ഹെൽത്തി ആക്കാനുള്ള പുതിയ മെത്തേഡ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്ന പുതിയ ഒരു ന്യൂട്രീഷണൽ ബോംബ് എന്ന് വേണം പറയാം നമ്മൾ പുറത്തിറക്കുന്നത്. ഇത് നമ്മളെ വീട്ടിലെല്ലാവർക്കും പറ്റും. അപ്പോൾ അത് എല്ലാവരുടെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോ ഗ്രീൻസിൻ്റെ മൈക്രോ ഷെഫ് എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷൻ നമ്മൾ ഈ പറയുന്ന ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ അതിൻ്റെ പരിപാടി കോമ്പറ്റീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഫൈനൽ ഗ്രാൻഡ് ഫിനാലെ വരുന്നത് ജനുവരി 2-നാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അതിൻ്റെ അഡ്വർടൈസ്മെൻ്റ് അല്ല, നമ്മളതിനെ ആൾക്കാരെ അറിയിച്ചുകൊണ്ടിരിക്കാനുള്ള പല പരിപാടികൾ പ്രോഗ്രാമുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മൈക്രോ ഗ്രീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മുതൽ 14 ദിവസം വരെ, പിന്നെ 7 ദിവസം 14 ദിവസം വരെയുള്ള ചെറിയ ബേബി പ്ലാന്റ്സിനെയാണ് നമ്മൾ മൈക്രോ ഗ്രീൻസ് എന്ന് പറയും. അതായത് മുളപ്പിച്ചിട്ട് കുറച്ചും കൂടി വളരണം. അപ്പോൾ നമ്മൾ മുളപ്പിച്ച് ചെറുപയർ പോലെയല്ല, കുറച്ചും കൂടി വളരും അത്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രോട്ടീൻസ് കൂടുതലുണ്ടാവും, വൈറ്റമിൻസ് കൂടുതലുണ്ടാവും, ആൻറ്റി ഓക്സിഡൻസ് കൂടുതലുണ്ടാവും. അപ്പോൾ കഴിക്കാനും നമുക്ക് കുറച്ചും കൂടി ഒരു ടെൻഡർ ആയതുകൊണ്ട് കുറച്ചും കൂടി കഴിക്കാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അൺഹെൽത്തി ആയിട്ട് നമുക്ക് തോന്നിക്കുന്ന പല ഭക്ഷണ സാധനങ്ങളുണ്ടാവും, ഇതിലേക്ക് ഈ മൈക്രോ ഗ്രീൻസ് ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കഴിക്കുന്നതിന് ടേസ്റ്റ് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ മൈക്രോ ഗ്രീൻസ് ആഡ് ചെയ്യുന്നതോടുകൂടി അത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആവാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അപ്പോൾ അത് നമ്മളെ സ്കൂൾ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് നമ്മളിത് പരിപാടി നടത്തുന്നത്. അവരിലൂടെ നമുക്ക് ആരോഗ്യം കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് മലയാളികളുടെ ഭക്ഷണ രീതി മാറ്റാൻ പറ്റും. ഈ ഭക്ഷണ രീതി തന്നെയാണ് മെയിൻലി എല്ലാ വെയിറ്റ് ലോസ് ക്ലിനിക്കിൻ്റെയും ബേസ്. അത് മാറ്റിയിട്ട് മാത്രമേ നമുക്ക് ബാക്കി എന്ത് കാര്യങ്ങളും ചിന്തിക്കാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ ഇഷ്ടംപോലെ മരുന്നുണ്ട്, സർജറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതി മാറ്റിയിട്ടില്ലെങ്കിൽ ഈ മെഡിസിൻസ് കഴിക്കുന്നതായാലും സർജറി ചെയ്തിട്ടായാലും എല്ലാം തിരിച്ചു വരും, ഫെയിലിയർ ആയിരിക്കും അതൊക്കെ. അപ്പോൾ ഭക്ഷണ രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനാണ് നമ്മൾ അങ്ങനെയും ഈ ബരോസ് ബൈ യുനോയിയ നമ്മളുടെ കൺസെപ്റ്റാണ് ഈ മൈക്രോ ഗ്രീൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അത് ഈ ക്ലിനിക്കിൻ്റെ മാത്രം പ്രത്യേകതയാണ്. നമ്മൾ ഏതൊക്കെ മൈക്രോ ഗ്രീൻസ് ആണ്, എങ്ങനെ കഴിക്കണം, ഏതൊക്കെ പുതിയ റെസിപ്പികൾ എന്തൊക്കെയുണ്ട്, ഇതൊക്കെ നമ്മുടെ ബരോസ് ബൈ യുനോയിയുടെ ക്ലിനിക്കിലും ലഭ്യമാണ്. നമ്മളതിന് സൈറ്റ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു നല്ല ഹെൽത്തി കണ്ണൂർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു നല്ല കൺസെപ്റ്റ് തന്നെ നമ്മളെ ചെറിയ കുട്ടികളിലും വലിയ ആൾക്കാരിലൂടെയും നമുക്ക് നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വെയിറ്റ് ലോസ് അല്ല, പകരം ഹെൽത്ത് ഗെയിൻ ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഹെൽത്തി ആയിട്ട് നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ബരോസിലേക്ക് വരിക. ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.